ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മീൻ വറ്റിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു കറി നമുക്ക് ഒരാഴ്ച വരെയും പുറത്ത് വെച്ചിട്ട് കൂട്ടാം, കേടൊന്നും ആകുകയില്ല കേട്ടോ. നല്ല സിമ്പിളാണ്, ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ വറ്റിച്ചതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും അതുപോലെ ഉലുവ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ. കടുക് ഞാൻ ഒരു 1/2 ടീസ്പൂണും ഉലുവ 1/4 ടീസ്പൂണുമാണ് എടുത്തേക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് അതൊന്ന് പൊട്ടി വരണം. ഇനി അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ആ എണ്ണയിൽ കിടന്നിട്ട് ആ ഒരു പച്ചമണമൊക്കെ മാറി മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് അധികം ഉണ്ടെങ്കിൽ അത് അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അതും കൂടി ഒന്ന് ഇട്ടിട്ട് വഴറ്റിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിയൊന്ന് കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ആ പൊടികളൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നോളം വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷുവിനൊക്കെ ഇങ്ങനെ ഒരു കറി, ഒരു മീൻ വറ്റിച്ചൊക്കെ തയ്യാറാക്കി നോക്കൂ കേട്ടോ. സിമ്പിളാണ്, അതുപോലെ നമുക്ക് കേടുകൂടാതെ ഒരുപാട് നാൾ കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് കേട്ടോ. ആ ഒരു ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇവിടെ മസാലയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചൂരമീനാണ് എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് എല്ലില്ലാത്ത മീനൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പുളി ഇട്ട വെള്ളവും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് കറി നന്നായിട്ടൊന്ന് തെളിച്ച് വരട്ടെ. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് കുറുകി വരണം. ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് തണുക്കുമ്പോൾ ഒന്ന് കുറുകി വരും. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, ടേസ്റ്റാണ്, ഒട്ടും കേട് വരുമൊന്നുമില്ല. പുറത്ത് വെച്ച് ഒരാഴ്ച വരെയും പുറത്തിരിക്കും ഈ കറി കേട്ടോ. നമ്മൾ ഉള്ളി ഒന്നും ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ, പച്ചമുളക് അങ്ങനെ ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കറി പെട്ടെന്ന് കേടാകുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ ബൈ ബൈ.